2026 SSLC എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള മാത്സിന്റെ റിവിഷൻ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. തുടർന്ന് ഈ കാണുന്ന ടൈം ടേബിളിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരിക. എല്ലാ ദിവസവും വൈകുന്നേരം 5:55 വീഡിയോ വരിക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഈ രൂപത്തിലായിരിക്കും. എന്താണ്? 1, 6, 11. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മളവിടെ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി തന്നിട്ട്, അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ഇതിന്റെ പൊതു വ്യത്യാസം എത്രയാണ്. പൊതു വ്യത്യാസം എത്ര? പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഉറപ്പായിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ അറിയാലോ. ഡി ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? 2 മെത്തേഡിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം, x2 മൈനസ് x1. x2 മൈനസ് x1 അല്ലെ? x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക. ഇവിടെ നമുക്ക് ഏതൊക്കെ പദങ്ങൾ തന്നിട്ടുണ്ട്? x1 തന്നിട്ടുണ്ട്, x2 തന്നിട്ടുണ്ട്, x3 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കിവിടെ രണ്ടാമത്തെ പദവും ഉണ്ട്, ഒന്നാമത്തെ പദവും ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം 6 മൈനസ് 1. x2 എന്ന് പറഞ്ഞാൽ 6, x1 എന്ന് പറഞ്ഞാൽ 1. 6 മൈനസ് 1 സമം 5. നമുക്ക് കോമൺ ഡിഫറൻസ് 5 ആണല്ലോ. ഇതെങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്ക് നോക്കിയാൽ അറിയാം. 1 നിന്ന് 6 എത്താൻ എത്ര ഉണ്ട്? 5. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും, ഷുവറാണ്. ഓക്കെ, ഇനി ഇതില് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിന്റെ ഒപ്പം വരാൻ ചാൻസ് ഉള്ള അടുത്തൊരു ചോദ്യമാണ്. ഇതിലെ 10ാം പദം കണ്ടുപിടിക്കുക. 10th ടൈം, ഈ സീക്വൻസിലെ 10th ടൈം കണ്ടുപിടിക്കുക. ഈ സമാന്തര ശ്രേണിയിലെ 10ാം പദം കണ്ടെത്തുക. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x10. 10th ടൈം എന്നുള്ളതിനെ, അല്ലെങ്കിൽ 10ാം പദം എന്നുള്ളതിന് പകരം x10 എന്ന് നമുക്ക് എഴുതാം അല്ലെ? ഇനി എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക? നമുക്കറിയാം, നമുക്ക് തന്നത് വെച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മളെല്ലാ കണക്കിലെ എല്ലാ ചോദ്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, നമുക്ക് തന്നത് വെച്ചിട്ട് വേണം നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാൻ. നമുക്ക് തന്നത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തൊട്ട് മുകളിലെ ചോദ്യത്തിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബി ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പൊ നമുക്ക് എ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്, എങ്ങനെ? നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി ഉപയോഗിക്കാം. അപ്പൊ ഒരു കണക്ക് ചോദ്യം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തന്നത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം. അതിന് അഡീഷൻ ആയിട്ട് അതിന്റെ ഒപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഒരു ബി ക്വസ്റ്റ്യനോ സി ക്വസ്റ്റ്യനോ ആണെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്ന വിവരത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നതിൽ 1ാം പദമുണ്ട്, 2ാം പദമുണ്ട്, 3ാം പദമുണ്ട് അല്ലെ? ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ടൈമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏത് വേണേലും ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അവിടെ 1ാമത്തെ ടൈം ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 2ാമത്തെ ടൈം വേണമെങ്കിൽ 2ാം പദം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ 1ാം പദം ഫസ്റ്റ് ടൈമാണ് ചൂസ് ചെയ്തത്. അങ്ങനെ എനിക്കൊന്ന് ആലോചിച്ചേ, നമ്മുടെ കയ്യിൽ 1ാം പദമുണ്ട്, 10ാം പദം കണ്ടുപിടിക്കണം. 1ാം പദമുണ്ട്, 10ാം പദം കണ്ടുപിടിക്കണം. അതാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ 1ാമത്തെ നിന്ന് 10ലേക്ക് എത്താൻ, 1ൽ നിന്ന് 10ലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ് അല്ലെ? ചെറിയ ക്ലാസ്സുകളിലുള്ള കാര്യമാണ്. 1ൽ നിന്ന് 10ലേക്ക് എത്താൻ 9 കൂട്ടണം. 1ൽ നിന്ന് 10ലേക്ക് എത്താൻ 9 കൂട്ടണം. ഇതാണല്ലോ ആവശ്യം. നമുക്കറിയാം 1ൽ നിന്ന് 10ലേക്ക് എത്താൻ എന്ത് ചെയ്യണം? 9 കൂട്ടണം ആണല്ലോ. ഓക്കെ, 9 മാത്രം പോലെ ഇവിടെ ആവുമ്പോൾ സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആവുകൊണ്ട് ആ 9ന്റെ ഒപ്പം ഒരു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് കൂടി കൊടുക്കണം, പൊതു വ്യത്യാസം കൂടി കൊടുക്കണം. അപ്പൊ എങ്ങനെ വരിക? x1 പകരം ഇവിടെ ആരാണ്? 1 പ്ലസ് ആണല്ലോ. ഓക്കെ, 9 അങ്ങനെ നിൽക്കട്ടെ, നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. ഗുണിക്കണം 9d എന്ന് പറഞ്ഞാൽ 9 ഗുണിക്കണം d, 9 ഗുണിക്കണം d ആണല്ലോ. അപ്പോ ഇവിടെ 9 ഗുണിക്കണം ഡിക്ക് പകരം നമുക്ക് നമ്മൾ തൊട്ട് മുന്നിൽ കണ്ടുപിടിച്ച ഡിയുടെ പകരം 5. ഡി എത്രയാണ്? 5 ആണ്. അത് ഉപയോഗിക്കാം. അപ്പൊ എന്ത് കിട്ടും? 1 പ്ലസ് 9 ഗുണിക്കണം 5, 9 5 45. 45 കൂടെ ഒന്ന് കൂട്ടിയാൽ 46. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ഇങ്ങനത്തെ 2 ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇതിന്റെ ഒപ്പം ഒരു പക്ഷേ ഒരു സി ക്വസ്റ്റ്യൻ കൂടി ചാൻസ് ഉണ്ട്. ഓക്കെ, ഇല്ല എങ്കിൽ ഈ ബിക്ക് പകരം ആ സി ക്വസ്റ്റ്യൻ ആവാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, എ ക്വസ്റ്റ്യൻ ഇതാവുമ്പോൾ അതിന്റെ ഒപ്പം ചോദിക്കാൻ പറ്റിയ ഒരു ബി ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഈ ചെയ്തിട്ടുള്ളത്. ഇനി ചിലപ്പോൾ അതിന്റെ ഒപ്പം സി ആയിട്ട് അടുത്തൊരു ചോദ്യം ഉണ്ട്, അത് വരാനുള്ള ചാൻസും ഉണ്ട്. അല്ലെങ്കിൽ ഈ ബിക്ക് പകരം ആ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇവിടെ സാധ്യതയുള്ള സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് 101 ഈ സീക്വൻസിലെ ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ ടേം ആണോ? ഈസ് 101 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. 101 ഈ സമാന്തര ശ്രേണിയിലെ പദമാണോ? ഓക്കെ, ടേം ആണോ പദമാണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ക്ലിയർ? ഇതെങ്ങനെയാണ് ചെയ്യുക? വളരെ ഈസിയാണ്. ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ x2 നമുക്ക് തന്ന x2നെ d കൊണ്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാം. x2 ഹരിക്കണം d. ഓക്കെ, രണ്ടാമത്തെ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട്, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. ചെയ്ത് നോക്കിയാലോ എങ്ങനെ വരികയാണ്? ഇവിടുത്തെ രണ്ടാമത്തെ ടേം ആരാണ്? 6 ആണല്ലോ. ഓക്കെ, ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഏതാ? നമുക്ക് നേരത്തെ കിട്ടി 5 ആണ്. ഈ 6നെ 5 കൊണ്ട് ഹരിക്കാം. 6നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും അല്ലെ? 6ൽ ഒരു വട്ടമാണ് 5 പോവുക, 5നെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 1 എന്ന് ശിഷ്ടം കിട്ടും. റിമൈൻഡർ. നമുക്ക് ഈ റിമൈൻഡർ അഥവാ ശിഷ്ടം ആണ് ആവശ്യം. എന്താണ് ആവശ്യം? ഈ റിമൈൻഡർ ആണ് നമുക്ക് ആവശ്യം, ആൻസർ അല്ല. സാധാരണ ഡിവിഷൻ ചെയ്താൽ കാരണം കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമാണ് ആവശ്യം, ആൻസർ ആണ് ആവശ്യം. ഇവിടെ നമുക്ക് ആൻസർ അല്ല ആവശ്യം, എന്താണ്? റിമൈൻഡർ ആണ് ആവശ്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം അല്ലെ? ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു റിമൈൻഡർ കിട്ടി, 1 കിട്ടിയല്ലോ, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളോട് ഏതാണ് പദമാണോ ടേം ആണോ എന്ന് ചോദിച്ചത്? 101 ചെക്ക് ചെയ്യാനാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 101നെയും ആ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാം. ഇവിടെ സെക്കൻഡ് ടൈമിനെ ഹരിച്ച പോലെ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ, പരിശോധിക്കാൻ പറഞ്ഞ ആ നമ്പറിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കാം. ഒന്ന് പറഞ്ഞേ, 100 101 ആണല്ലോ അല്ലെ? അപ്പൊ ഒന്ന് പറയാലോ, 10 അല്ലെ? 10 എത്ര 5 ഉണ്ട്? 2 വട്ടമാണല്ലോ അല്ലെ? 2 വട്ടം 5 10 ആണല്ലോ. മൈനസ് ചെയ്താൽ 0. ഈ 1 ഇങ്ങോട്ട് ഇറക്കി എഴുതണമല്ലോ, 1 ഇങ്ങോട്ട് ഇറക്കി എഴുതണം. അപ്പൊ നമുക്ക് ശിഷ്ടം 1 കിട്ടി. ഈ 1 ഇങ്ങോട്ട് ഇറക്കി എഴുതിയാൽ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കണം. കാരണം ഒന്നും പറയുന്നില്ല, എന്നാലും ഇത് തെറ്റാണെന്ന് തോന്നരുത്. ഇതിന്റെ ഉത്തരം 20 ആണ്. കാരണം നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് എന്താ? നമുക്ക് ഉത്തരമല്ല ആവശ്യം, നമുക്കിവിടെ ആവശ്യം ശിഷ്ടമാണ് അല്ലെ? ശിഷ്ടം, റിമൈൻഡർ, ഇതാണ് നമുക്ക് ആവശ്യം. ശിഷ്ടം അഥവാ റിമൈൻഡർ. ഒന്ന് നോക്കിക്കേ, എന്താ അവിടുത്തെ റിമൈൻഡറുകളുടെ പ്രത്യേകത? ശിഷ്ടങ്ങളുടെ പ്രത്യേകത എന്താ? ഇവിടെയും 1 ആണ്, ഇവിടെയും 1 അല്ലേ? 0 1 എഴുതിയാലും 1 തന്നെയാണ്. രണ്ടിടത്തും 1 ആണല്ലോ, അത് തന്നെയാണ് പ്രത്യേകത. രണ്ടിടത്തും ഒരുപോലെയാണ്. ശിഷ്ടം ഒരുപോലെയാണല്ലോ, റിമൈൻഡർ ഈക്വൽ ആണല്ലോ. അങ്ങനെ ശിഷ്ടം അഥവാ റിമൈൻഡർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം 101 ഈസ് എ ടേം. 101 ഈസ് എ ടേം. എന്താ മലയാളത്തില്? 101 പദമാണ്. 101 പദമാണ് എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം. 101 പദമാണ്. ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ട് പദമായി? ഇതാ ഇവിടെ കിട്ടിയതും 1 ആണ്, ഇവിടെ കിട്ടിയ ശിഷ്ടവും റിമൈൻഡറും 1 ആണ്. അതാണ് കാരണം. ക്ലിയർ ആണല്ലോ? രണ്ടിടത്തും ഒരുപോലെ കിട്ടിയാൽ നമുക്ക് പദമാണ്. ഇനി പദവാ, നമുക്ക് ഇവിടെ 2 കിട്ടി, ഇവിടെ 1 ഇവിടെ 2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? 101 പദമല്ല. 101 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. പദം അല്ല എന്ന് കൃത്യമായി പറയാം. ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: Which of the number below is not a term of the arithmetic sequence 1 7 13? 1 7 13 etc. എന്നുള്ള ഈ ഒരു സമാന്തര ശ്രേണിയിലെ പദമല്ലാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പദമല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുക. The fourth term of an arithmetic sequence is 80 and the seventh term is 60. ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 80ഉം 7ാം പദം 60ഉം ആണ്. എന്നിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 and 2. 1 എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദി സീക്വൻസ്? ഈ സമാന്തര ശ്രേണിയിലെ 10ാം പദം ഏതാണ്? ഓക്കെ, അവിടെ കട്ടെ. 2, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? 1ാം പദം എന്താണ്? 10ാം പദം എന്താണ്? 1ാം പദം എന്താണ്? ഇത്രയും. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു സമാന്തര ശ്രേണിയിലെ 3ാം പദം 80ഉം 4ാം പദം 80ഉം, 4th ടേം ഈസ് 80 80ഉം, 7th ടേം ഈസ് 60 7ാം പദം 60ഉമാണ്. ഓക്കെ, ഇത്തരം ചോദ്യങ്ങളും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതുപോലത്തെ ചോദ്യം നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം തന്ന
തന്നത് തന്ന ഓർഡറിൽ എഴുതണം. തന്നത് തന്ന ഓർഡറിൽ എഴുതണം. എങ്ങനത്തെ ചോദ്യം തന്നാൽ ഇപ്പൊ ഇവിടെ നമുക്ക് 4ാം പദവും 7ാം പദവുമാണ് തന്നത്. 4th ടൈമും 7th ടൈമും തന്നത്. അടുത്തടുത്തുള്ളവരാണോ? അല്ല. 4 കഴിഞ്ഞ 5ഉം 6ഉം കഴിഞ്ഞിട്ടാണ് 7. വിട്ടുവിട്ടിട്ടുള്ളവരാ. വിട്ടുവിട്ടിട്ടുള്ളവർ ആണെങ്കിൽ തന്നത് തന്ന ഓർഡറിൽ എഴുതുക. എന്താ തന്നത്? 4ാം പദം 80. x4 is equal to 80 ആണല്ലോ. ഓക്കെ. 7ാം പദം 60. തന്നത് തന്ന ഓർഡറിൽ എഴുതുക. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? 10ാം പദവും കണ്ടുപിടിക്കാൻ പറഞ്ഞു, 1ാം പദവും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത് രണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് കാണാൻ ആദ്യം തന്നെ d is equal to അല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ കേട്ടോ. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം എന്ന് എഴുതും അല്ലെ? സ്ഥാനവ്യത്യാസം. ഓക്കെ. ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് പറയും? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യല്. പൊസിഷൻ ഡിഫറൻസ്. എന്താണ് ടേം, എന്താണ് പൊസിഷൻ, എന്താണ് പദം, എന്താണ് സ്ഥാനം? ഇതിനൊരു കൺഫ്യൂഷനും വേണ്ട. നമുക്ക് തന്നത് തന്ന രൂപത്തിൽ എഴുതിയാൽ ജസ്റ്റ് അടിയിൽ നിന്ന് മേൽപ്പെട്ടാണ് കുറച്ചാൽ മതി. താഴത്തെ ആരാണ്? ഇവിടെ താഴത്തെ ആരാ? 60 കുറയ്ക്കണം. മുകളിൽ ആരാ? 80 ബൈ ഇവിടെ താഴത്തെ ആരാ? 7 കുറയ്ക്കണം. മുകളിൽ ആരാ? 4. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ. 60ൽ നിന്ന് 80 കുറച്ചാൽ 20 ആണ്. -20. ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ മൈനസ് വരും. -20 ബൈ 7 നിന്ന് 4 കുറച്ചാൽ 3. 7 നിന്ന് 4 കുറച്ചാൽ 3 ആവും. വല്ലാത്തൊരു കിട്ടലായി പോയി അല്ലെ? 3b അതാണ് നമുക്ക് നോക്കാനുള്ളത്. 3b എന്താ? ഇൻ ദി അരിത്തമെറ്റിക് സീക്വൻസ് 8, 15, 22 എന്താണ്? 8, 15, 22 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ചോദ്യം, can the difference between any two terms be 56? ഇതിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 56 ആവുമോ? ഏതെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 56 ആവുമോ എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ആദ്യം ഇതിന്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണണം. എത്രയാണ്? 15ൽ നിന്ന് 8 കുറച്ചാൽ എന്ത് കിട്ടും? 7. 15ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ഇനി ഇതാ ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഒറ്റ സ്റ്റെപ്പ് എന്താ? നമ്മളോട് 56 അല്ലേ ചോദിച്ചിട്ടുള്ളത്? 56 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ് 56 ആവുമോ? സിമ്പിൾ. നമ്മളോട് ചോദിച്ചത് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. എന്താണോ ചോദിച്ചത് ഹരിക്കണം പൊതുവ്യത്യാസം. ഇത് ചെയ്തൂടെ? ഇത് ചെയ്യുമ്പോൾ 56ൽ എത്ര 7 ഉണ്ട്? 8 പ്രാവശ്യം അല്ലെ? 7, 8, 56. 7, 8, 7 into 8 അല്ലെങ്കിൽ 8 into 7, 56. കുറച്ചാൽ എന്ത് കിട്ടി? 0 കിട്ടിയല്ലോ. 0 കിട്ടിയാൽ നമ്മൾക്ക് ആൻസർ അല്ല ഇമ്പോർട്ടന്റ്, റിമൈൻഡർ ആണ്. അഥവാ ശിഷ്ടം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. റിമൈൻഡർ. ഇതേപോലൊരു കാര്യം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഷയം ആരാണ്? ശിഷ്ടമാണ്. അവിടെ നമ്മുടെ വിഷയം ആ ചോദ്യങ്ങളിലും ശിഷ്ടം അഥവാ റിമൈൻഡർ ആണ്. ഇവിടെ എന്താ റിമൈൻഡറിന്റെ പ്രാധാന്യം? നമ്മൾ പറയാൻ പോകുന്നത് 56 can be the difference of two terms of this sequence. Two terms of this sequence. എന്താ മലയാളം? മലയാളം പറഞ്ഞ എന്താ? 56 ആയതുകൊണ്ട് 56 എന്നത് ഈ ശ്രേണിയിലെ, ഈ സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങളുടെ വ്യത്യാസം ആകും. കാരണം ബിക്കോസ് അതാണ് ഇമ്പോർട്ടന്റ്. കാരണം എന്താ? എന്തുകൊണ്ടാ സാർ അങ്ങനെ പറഞ്ഞേ? Because the remainder is 0. The remainder is 0. എന്താണ് കാരണം? എന്താ കാരണം? ശിഷ്ടം 0 ആണ്. ശിഷ്ടം 0 ആണ്. എന്താ കാരണം? അപ്പൊ ഒന്ന് പറഞ്ഞ എന്താ?
എങ്ങനെ നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയേ ഒന്നാലോചിച്ചേ. നമ്മളോട് 56 ഡിഫറൻസ് അഥവാ വ്യത്യാസമാവുമോ എന്നാണ് ചോദ്യം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളോട് 56 ചോദിച്ചാൽ 56 ഡിവൈഡഡ് ബൈ 7 റിമൈൻഡർ എന്ത് കിട്ടുന്നു എന്ന് നോക്കിയാൽ മതി. ശിഷ്ടം 0 ആണെങ്കിൽ 56 ഡിഫറൻസ് ആവും, വ്യത്യാസം ആവും. എന്തുകൊണ്ട്? ശിഷ്ടം 0 ആവണം. ഓക്കെ, ഇതേ ചോദ്യം സമ്മിലും വരും. ഇതേ ചോദ്യം സമ്മിലും വരും. എന്താ? 56 can be the sum of any two terms. എന്താ പറഞ്ഞേ? 56 ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ തുകയായി മാറുമോ? ഇവിടെ വ്യത്യാസം ഡിഫറൻസ് ആ ചോദിച്ചത്, അവിടെ സമ്മ് തുകയാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിലും ഇതന്നെ ചെയ്യേണ്ടത്. സെയിം ഒരു മാറ്റമല്ല. ചെയ്യുക, ഹരിക്കുക, എന്ത് കിട്ടുമോ? ശിഷ്ടം 0 കിട്ടുന്നുണ്ടോ? 0 കിട്ടുന്നുണ്ടെങ്കിൽ എന്താവും? തുകയാവും. അപ്പൊ തുകയാണോ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ ചോദിച്ച സംഖ്യയെ പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുക, ശിഷ്ടം 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സം ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും ആ ചോദിച്ച നമ്പർ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, ശിഷ്ടം റിമൈൻഡർ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? പദം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഈസ് 302 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്? ഇഫ് സോ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? നല്ല ക്വസ്റ്റ്യൻ. എന്താണ് മലയാളത്തില്? 302 ഈ ശ്രേണിയിലെ പദമാകുമോ? ആകുമെങ്കിൽ അതിന്റെ സ്ഥാനം കണ്ടെത്തുക. നല്ല ചോദ്യം അല്ലെ? ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആ വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്യാം അല്ലെ? നമ്മൾ ചെയ്യേണ്ടത് x3 ഡിവൈഡഡ് ബൈ d. x3 ഡിവൈഡഡ് ബൈ d എന്താണ്? രണ്ടാം പദം ഹരിക്കണം പൊതു വ്യത്യാസം. ഒന്ന് ചെയ്ത് നോക്കിയാൽ ആദ്യം, എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. രണ്ടാം പദം ആരാ? 15 ഹരിക്കണം 7. അപ്പൊ എന്താ സാറേ രണ്ടാം പദം തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടോ? ഇല്ല. ഒന്നാം പദം എടുക്കാം, മൂന്നാം പദം എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ പക്ഷേ സേഫ് ആയിട്ടാ പറഞ്ഞു. ഒന്നാം പദം ചില സിറ്റുവേഷനിൽ, ചില സാഹചര്യത്തില് ഒന്നാമത്തെ പദം എടുത്ത് ഫസ്റ്റ് ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ കുടുങ്ങും. കാരണം അത്രയും നന്നായിട്ട് അറിയേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ സേഫ് ആയ ഒരു പരിപാടി രണ്ടാമത്തെ ടൈം എടുക്കുകയാണ്. രണ്ടാം പദം എടുക്കുകയാണ്. ഒന്നാലോചിച്ചേ, 15 എത്ര ഉണ്ട്? 2 പ്രാവശ്യം 14 കുറച്ചാൽ 1. നമുക്ക് എന്താ വേണ്ടത്? ആൻസർ അല്ല നമുക്ക് വേണ്ടത്, ശിഷ്ടം അഥവാ റിമൈൻഡർ ആണ്. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്കറിയോ? വീഡിയോ കണ്ടവർക്ക് അറിയാം. എന്താ? 302 ആണല്ലോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 302 ടേം ആവുമെന്നാ ചോദിച്ചത്. അതിന് ഇതിനപ്പോ സാർ 15ന്റെ കാര്യം നോക്കിയേ. ആവശ്യമുണ്ട്. 302 അല്ലേ ഇനി ചോദ്യം. അപ്പൊ ആ 302നെ വീണ്ടും എന്നല്ല, ആ 302നെയും നമ്മൾ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം. 302നെയും നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് നോക്കിക്കേ, 30 എത്ര 7 4 പ്രാവശ്യം. 30 എത്ര 7 4 പ്രാവശ്യം ആണല്ലോ. ഓക്കെ, 7 4 28 കുറച്ചാൽ 2. ഈ 2 ഇറക്കിയത് 22. 22 എത്ര 7 ദാ 3 7 21 മൈനസ് ചെയ്താൽ ശിഷ്ടം എത്രയാണ്? റിമൈൻഡർ എത്രയാണ്? 1. എന്താണ്? 1 അല്ലേ? നോക്കിക്കേ, ഇവിടുത്തെ 2ന്റെ റിമൈൻഡർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. റിമൈൻഡറിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ? രണ്ടും തുല്യമാണ്. രണ്ടും ഒന്നാണെന്നുള്ളതല്ല കാരണം. 2 ഒന്നാണെന്നുള്ളതല്ല കാരണം. ഒന്നാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ 2 കിട്ടിയാൽ ഇവിടെ 2 ഉണ്ടായാലും മതി. തുല്യമാവണം. എന്താണ്? തുല്യമാവണം. തുല്യമാണെങ്കിൽ 302 ഈസ് എ ടേം. 302 എന്താണ്? പദമാണ്. എന്തുകൊണ്ട്? ബിക്കോസ് എന്താ ബിക്കോസ്? കാരണം പറഞ്ഞേ, എന്താ കാരണം? റിമൈൻഡേഴ്സ് ആർ സെയിം. ഞാൻ മുഴുവനൊന്നും എഴുതുന്നില്ല. എന്താണ്? ശിഷ്ടം. കാരണം ശിഷ്ടം തുല്യമാണ്. ക്ലിയർ ആണോ? ശിഷ്ടം തുല്യമായതുകൊണ്ട്. ഒന്നായതാണോ കാരണം? അല്ല. ഇവിടെ 5 വന്നാലും 10 വന്നാലും ഒന്നും പ്രശ്നമില്ല. ഇവിടെ 5 വന്നാൽ ഇവിടെ 5 വരണം. അങ്ങനെ വന്നാൽ 302 എന്തായി? ഒരു പദമാണ്. അപ്പൊ ഈ ശിഷ്ടം കൊണ്ടുള്ള പരിപാടി ഇപ്പൊ 2 എണ്ണമായി. എ ക്വസ്റ്റിനും ശിഷ്ടം വെച്ചിട്ടാണ്, ബി ക്വസ്റ്റിനും ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശിഷ്ടം വെച്ചിട്ടാണ്. പക്ഷെ രണ്ടിടത്തും വ്യത്യാസമുണ്ട്. നേരത്തെ 0 കിട്ടണമായിട്ട് ഇവിടെ അത് നിർബന്ധം ഉണ്ടോ? ഇല്ല. ഇവിടെ 0 കിട്ടണം നിർബന്ധം ഒന്നുമില്ല. തുല്യമായ മതി. പക്ഷെ അവിടെ തന്നെ വേണം ഡിഫറൻസ് സമ്മ്, വ്യത്യാസം തുക എന്നതാണ് ചോദ്യമെങ്കിൽ, തുകയായിക്കോട്ടെ അല്ലെങ്കിൽ വ്യത്യാസം ആയിക്കോട്ടെ, ഡിഫറൻസ് ആയിക്കോട്ടെ സം ആയിക്കോട്ടെ, അപ്പൊ 0 തന്നെ കിട്ടണം. ഇവിടെ അങ്ങനെയാണോ? ടേം ആണോ അഥവാ പദമാണോ എന്ന് ചോദിച്ചാൽ കിട്ടേണ്ടത് തുല്യമായിട്ടാണ്. എന്ത് കിട്ടിയാലും വീട്ടിലെ തുല്യമാണോ? ക്ലിയർ ആണല്ലോ. ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ ഇവിടെ. എന്താ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി പദമാണ്.
എത്രാമത്തെ പദമാണ് ഇവിടെയാണ് നമ്മൾക്ക് എന്ത് വരിക, ഉത്തരത്തിന്റെ ആവശ്യം വരിക. നമുക്ക് ഈ ഹരിച്ച് കിട്ടിയ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഉത്തരത്തിന്റെ ആവശ്യം ഇവിടെയാണ്. ആൻസർ എന്താ? 43 അല്ലേ? അപ്പൊ അതിന്റെ ഉത്തരം എത്രാമത്തെ പദം? 302 എന്നത് എത്രാമത്തെ പദമാണ്? 43-ാം പദമാണ്. എത്രാമത്തെ? 43. എവിടെ നിന്നാക്കി 43 കിട്ടിയ കിടക്കണം? അതന്നെ 302 is the 43rd term of this arithmetic sequence. ഈ സമാന്തര ശ്രേണിയിലെ 43-ാമത്തെ പദമാണ്. ചെയ്യാലോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇത് ചെയ്തു വെച്ചാൽ മാർക്ക് കിട്ടും. എന്താ ക്വസ്റ്റ്യൻ? The sum of first 5 terms of an arithmetic sequence is 40 and the sum of first 13 terms is 260. എന്താ? മലയാളത്തില് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 40-ഉം ആദ്യത്തെ 13 പദങ്ങളുടെ തുക 260-ഉമാണ്. ക്ലിയർ ആണോ? നമുക്കറിയാവുന്ന ചോദ്യമൊക്കെ തന്നെ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ടോ ഇതേപോലത്തെ ചോദ്യം നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് റിപ്പീറ്റ് ആവണ്ടല്ലേ, നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇന്നലെ എന്താ ക്വസ്റ്റ്യൻ? 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്പർ 1, വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ സമാന്തര ശ്രേണിയിലെ 3-ാം പദം കണ്ടെത്തുക. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്ന കാര്യങ്ങൾ ഒന്ന് എഴുതാം. എന്തൊക്കെ തന്നത്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണ്? 40. ഓക്കെ ആണല്ലോ? ആദ്യത്തെ 5 പദങ്ങളുടെ തുക 40. പിന്നെന്താ? ആദ്യത്തെ 13 പദങ്ങളുടെ തുക. അപ്പൊ ഞാൻ അവിടെ എഴുതുന്നു. അടുത്തത് എന്താ തന്നത്? നിങ്ങൾ താഴ്ത്തിക്ക് എഴുതിയാൽ മതി, ഞാൻ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ എഴുതാണ്. സം ഓഫ് ഫസ്റ്റ് 13 ടേംസ്. ആദ്യത്തെ 13 പദങ്ങളുടെ തുക എത്രയാണ്? 260. എന്നിട്ട് എന്താ പറഞ്ഞേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞത് ഫൈൻഡ് ദി തേർഡ് ടേം. 3-ാം പദം കണ്ടെത്തുക. 3-ാം പദം. അപ്പൊ നമുക്കറിയാലോ x3 അല്ലേ കണ്ടുപിടിക്കണ്ടേ? 3-ാം പദം കണ്ടെത്തുക x3. ഒന്ന് ആലോചിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് 2 തുകയാണ് തന്നത്, രണ്ടും സമ്മ അല്ലേ? എങ്ങനെ ഇപ്പൊ കണ്ടുപിടിക്കുക? അപ്പൊ ഒന്ന് ആലോചിച്ച്, നമുക്ക് തന്ന സമ്മും ഈ ചോദ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തേലും ഉണ്ടോ? ഈ 3-ാം പദത്തിന് ഈ സമ്മ് തന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. എന്താ? 5 പദങ്ങളുടെ തുക 40. നമുക്ക് ആ 5 പദങ്ങളൊന്ന് എഴുതി വെക്കാലോ. ആദ്യത്തെ 5 പദങ്ങൾ ഏതാണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് x1, x2, x3, x4, x5 ഇതിന്റെയൊക്കെ തുക ഇതൊക്കെ കൂട്ടിയാൽ സമ്മാണ് നമുക്ക് എന്ത് കിട്ടിയേ? 40 അല്ലേ? ആണല്ലോ. ഈ x3ക്ക് എന്താ പ്രത്യേകത? ഇത് അവിടെയാണ്. ഇതിനെന്താ പ്രത്യേകത നോക്കിക്കുക. ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കിക്കേണ്ട. യെസ്, ഇതെന്താണ്? മധ്യപദം, മിഡിൽ ടേം അല്ലെങ്കിൽ മിഡ് ടേം. മധ്യപദം അഥവാ മിഡ് ടേം അല്ലേ? 5 പദങ്ങളുണ്ട്. 5 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. ആണല്ലോ. ഇത് കണ്ടുപിടിക്കേണ്ടത് മിഡ് ടേം ആണ്. എങ്ങനെ? മധ്യപദമാണ് അല്ലെ? എങ്ങനെ ഇപ്പൊ കണ്ടുപിടിക്കുക? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. സം ഇസ് ഈക്വൽ ടു മിഡ് ടേം അല്ലെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുക? പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ അഥവാ ഓഡ് നമ്പർ ആവുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഒന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതൊക്കെ ഒന്ന് എഴുതി വെക്കാലോ. തുക എത്രയാണ് ഇവിടെ? സം എന്ന് പറഞ്ഞാൽ 40. മധ്യപദം എന്ന് പറഞ്ഞാൽ x3 ഇൻറ്റു പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാലോ. പദങ്ങളുടെ എണ്ണം ഇവിടെ എത്ര ഉണ്ട്? 5 എണ്ണം ഇൻറ്റു 5 ആയതുകൊണ്ട് ഇതൊന്ന് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം? x3 കണ്ടുപിടിക്കണം അല്ലേ? കണ്ടുപിടിക്കേണ്ട ആൾ അവിടെ നിന്നോട്ടെ, ശല്യമൊന്നും ചെയ്യണ്ട. ആ ഇപ്പത്തുള്ള ശല്യക്കാരനില്ലേ, ഗുണിക്കണം 5, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അതിനെപ്പുറത്തേക്കുണ്ട്, സമത്തിന്റെ അപ്പുറത്തേക്ക് ഗുണിക്കണം. ഇങ്ങോട്ട് പോന്നാൽ എന്താവും? ഹരിക്കണം. അപ്പൊ ഹരിക്കണം 5. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. 40 ഹരിക്കണം 5 8. അഥവാ 3-ാം പദം എത്രയാണ്? 8. 3-ാം പദം എത്രയാണ്?
8. എന്താ ചോദ്യം? വാട്ട് ഈസ് ദ സെവൻത് ടേം? വാട്ട് ഈസ് ദ സെവൻത് ടേം? ഞാൻ ഇവിടെ നിർത്തുകയാണ്, ഒന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിട്ടാ. ഇതുപോലെ ഒന്ന് ആലോചിച്ചേ, കിട്ടുമോ? കിട്ടുമോ? ഉറപ്പാണ്. ഇവിടെ x3 എന്ന് പറഞ്ഞാൽ 5 പദങ്ങളുടെ മധ്യപദം, 5 പദങ്ങളുടെ മധ്യപദം. അപ്പൊ അതെന്തായിരിക്കും? അത് എന്തായിരിക്കും? 13 പദങ്ങളുടെ മധ്യപദം, മിഡ് ടേം ആയിരിക്കും. 13 എണ്ണത്തിന്റെ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ, ഇവിടെ 13 എണ്ണം തന്ന സ്ഥിതിക്ക് അതിന്റെ മിഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ x1 x2 അങ്ങനെ 13 വരെ എഴുതിയിട്ട് x7 ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി, ഇതുപോലെ ഒന്ന് വട്ടട്ടൊക്കെ ഉറപ്പാണ് അത് നടുവിലായിരിക്കും. ഓക്കെ, അപ്പൊ എനിക്കതറിയാം, ഉറപ്പാണ്, എനിക്ക് സംശയമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നു. ഇവിടെയും 13 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണല്ലോ, ഒറ്റ സംഖ്യ ആണല്ലോ. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാലോ, എന്താ? സം ഇസ് ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക എന്ന് പറയുന്നത് എന്താണ്? മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. തുക എത്രയാണ്? 260. അപ്പൊ 260 സമം മധ്യപദം എന്ന് പറഞ്ഞാൽ x7 ഇൻറ്റു പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 13. ഇവിടെ ചെയ്ത അതേ പരിപാടി. നമ്പറുകളിൽ മാത്രമേ മാറ്റമുള്ളൂ, ബാക്കിയൊക്കെ അതേപോലെ അല്ലെ? ഗുണിക്കണം 13 ഇങ്ങോട്ട് പോന്നാൽ ഹരിക്കണം 13 സമം x7. അപ്പൊ എങ്ങനെ കിട്ടും? x7 എന്ത് കിട്ടും? ഇത് ഹരിച്ചാൽ കിട്ടും 20. ഹരിച്ചാൽ എന്ത് കിട്ടും? 20. ഈസി പരിപാടി അല്ലേ? രണ്ടും ഒരേപോലെയാണ്. ചോദ്യം വായിച്ചെഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. ഈസി. പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ, നമ്പർ ഓഫ് ടെൻസ് ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഈ പാഠത്തിന്റെ ലാസ്റ്റ് പേജ് 30ാമത്തെ പേജിൽ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 30ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. മലയാളത്തിലെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105ഉമാണ്. അപ്പോ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105 ആണ്. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് എത്രയാണ്? 105 ആണ്. മനസ്സിലായോ? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, അഥവാ x1 തന്നിട്ടുണ്ട്, അത് 5 ആണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണ്ടെത്തുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണ്ടെത്തുക. നമ്മൾ കണ്ടെത്തി നോക്കിയാലോ? നടക്കുമോ നോക്കല്ലേ? നമ്മളിവിടെ ശ്രദ്ധിച്ചേ, നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം എത്രയാണ്? 6 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണല്ലോ, അല്ലെ? ഇങ്ങനെ ഈവൻ നമ്പർ വന്നാൽ, ഇരട്ട സംഖ്യ വന്നാൽ നമ്മള് പിശുക്കൊന്നും കാണിക്കണ്ട. ആദ്യം എന്ത് ചെയ്യാം? 6 പദങ്ങളല്ലേ? 6 പദങ്ങളെ നമ്മൾ പൊതുവായിട്ട് എങ്ങനെ എഴുതും? x1, x2, x3, x4, x5 ആൻഡ് x6 അല്ലെ? ഇങ്ങനെ നമ്മൾ പൊതുവായ രൂപം. ഇങ്ങനെ ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പർ ആണെങ്കിൽ ഇങ്ങനെ ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ കൂട്ടുക. എന്നിട്ടോ അതിന്റെ തൊട്ടിപ്പുറത്തുള്ളത് തമ്മിൽ കൂട്ടുക. x2ഉം x5ഉം അതിന്റെ തൊട്ടിപ്പുറത്ത് x3യും x4 ഇതൊക്കെ കൂട്ടുക. ഈ കൂട്ടിയെ കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ കൂട്ടിയെ കിട്ടുന്നതൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ കൂട്ടിയെ കിട്ടുന്നതെല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ബന്ധം, ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി നമ്മൾ നോക്ക്, ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഒന്നും പറയണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ എത്ര പേഴ്സ് ഉണ്ട്, എത്ര ജോഡികൾ ഉണ്ട്, അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇവിടെ വര വരച്ചിട്ട് എഴുതാം. ഇവിടെ എത്ര ജോഡികളുണ്ട്? ജോഡികൾ എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണം കൂട്ടുന്നത്, 2 എണ്ണം ഉള്ളതിനെയാണല്ലോ നമ്മൾ ജോഡി എന്ന് വിളിക്കുക, പെയർ എന്ന് വിളിക്കുക. നമ്മുടെ ചെരുപ്പ് 2 എണ്ണം ഉണ്ടാവുമ്പോഴാണ് പെയർ ആവുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ 2 എണ്ണം ഉണ്ടല്ലോ, ഈ 2 എണ്ണത്തിനെ കൂടിയിട്ട് നമ്മൾ ഒരു ജോഡി എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഒരു ജോഡി ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പൊ ആകെ എത്ര ജോഡികളുണ്ട്? 3 ജോഡികളുണ്ട്. ആകെ 3 ജോഡികൾ ഉണ്ട്. ഈ ജോഡികൾ കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ കൂടി, പെയേഴ്സ്. ഇവിടെ ടോട്ടൽ പെയേഴ്സ് എത്രയാണ്? പെയേഴ്സ് 3 അല്ലെ? പെയേഴ്സ് അഥവാ ജോഡികൾ കണ്ടുപിടിക്കാൻ എളുപ്പ പരിപാടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3 ഇവിടെ ആകെ 6 പദങ്ങളാണ്. നമുക്ക് കിട്ടിയ പെയേഴ്സ് എത്രയാണ്? 3 ആണ്. എങ്ങനെന്താ ഈ 6ഉം 3ഉം തമ്മിലുള്ള ബന്ധം? 6ന്റെ പകുതിയാണ് 3. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പപ്പണിയുണ്ട്. 6 ഹരിക്കണം 2 എന്താണ്? എത്ര പദങ്ങളുണ്ടോ അതിന്റെ പകുതി ആയിരിക്കും ജോഡികൾ, പെയേഴ്സ്. എത്ര പദങ്ങളുണ്ടോ
അതിന്റെ പകുതി ആയിരിക്കും ജോഡികൾ. അതിന്റെ ബന്ധം എത്ര പദങ്ങളുണ്ടോ അതിന്റെ പകുതി ആയിരിക്കും ജോഡികൾ. 3 അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം, എണ്ണയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. കിട്ടിയല്ലോ, 3 കിട്ടിയല്ലോ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ കണക്ക് ബാക്കി ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തിരിക്കണം. എന്താണ് ആ ഒരു കാര്യം? ജോഡികൾ കിട്ടിയാൽ, പേഴ്സ് കിട്ടിയാൽ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ തുകയുണ്ടല്ലോ, തുക, ഇവിടെ ആ തുക തന്നിട്ടുണ്ട് എത്രയും 105 സം അല്ലെ തുക. ആ സമ്മിനെ അല്ലെങ്കിൽ ആ തുകയെ ഹരിക്കണം. ഏതുകൊണ്ട്? ജോഡികൾ കൊണ്ട് ഹരിക്കണം. ജോഡികൾ അഥവാ പേഴ്സ്. എന്തുകൊണ്ട് ഹരിക്കണം? ഡിവൈഡ് ചെയ്യണം. പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് പറഞ്ഞേ, ഇവിടെ എത്രയാണ് തുക? ഞാൻ ഇവിടെ എഴുതാണ്, സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തേക്ക് എഴുതാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതാണ്, ഇങ്ങോട്ട് എഴുതുന്നു. ഓക്കെ, ഇവിടുത്തെ തുക സം എത്രയാണ്? 105 അല്ലേ? 105. ഇതിനെ ഹരിക്കണം. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ജോഡികൾ. എത്ര ജോഡികളുണ്ട്? 3 കൊണ്ട് ചെയ്യുക, 3 കൊണ്ട് ചെയ്യുക. ഓക്കെ, 105നെ 3 കൊണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 105 ഹരിക്കണം 3. നിങ്ങൾ ചെയ്തു, എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതുകയാണ് 35 ആണ്. എനിക്കറിയാവുന്നതുകൊണ്ട് ഈസി ആയിട്ട് എഴുതുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? 105 ഹരിക്കണം 3, 105 ഹരിക്കണം 3 ചെയ്താൽ മതി, കിട്ടും. ഓക്കെ, അപ്പൊ 35 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? 6 പദങ്ങളാണ്. 6 പദങ്ങളെ നമുക്ക് 3 ജോഡികളാക്കി എഴുതാം. ആദ്യത്തേതും അവസാനത്തേതും, അതിന്റെ തൊട്ടുപ്പുറത്തുള്ളത്, അതിന്റെ തൊട്ടുപ്പുറത്തുള്ളത്. ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടി ഇവിടെ 3 പേഴ്സ് ജോഡികളാണുള്ളത്. ഇനി ആ ജോഡികൾ കണ്ടുപിടിക്കാൻ മറ്റൊരു വഴി കൂടി ഉണ്ട്. എന്നിട്ട് കിട്ടിയ തുകയെ, തന്നിട്ടുള്ള തുകയെ കിട്ടിയ ജോഡികൾ കൊണ്ട് ഹരിക്കണം. സമ്മിനെ, തന്നിട്ടുള്ള സമ്മിനെ പേഴ്സ് ഉണ്ട്, കിട്ടിയ പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 35 കിട്ടിയല്ലോ. 35 കിട്ടിയല്ലോ. ഇപ്പൊ കിട്ടും. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ x1 തന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? x1 തന്നിട്ടുണ്ട്. x1 നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5. അപ്പൊ x1 തന്ന സ്ഥിതിക്ക് x1ന്റെ പേര് എടുക്കുക. x1 പ്ലസ് x6. x1ന്റെ ഒപ്പാരാണ് x1 പ്ലസ് x6. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ x1 പ്ലസ് x6 ചെയ്താൽ, x1ഉം x6ഉം ചെയ്താൽ ഉറപ്പായിട്ടും 35 ആണ് കിട്ടുക. ഉറപ്പായിട്ടും എന്താ കിട്ടുക? 35 ആണ് കിട്ടുക. ഈ 35 എവിടെ നിന്നാ വന്ന്? ഈ 35. ഇതിന് വേണ്ടിയിട്ടാണ് ഈ 35 നമ്മൾ കണ്ടുപിടിച്ചത്. ഇതൊക്കെ ചെയ്തത് എന്തിനാ? ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ളത് x1 അല്ലെ? x1 തന്ന സ്ഥിതിക്കാണ് x1 എടുക്കുന്നത്. എല്ലായിടത്തും x1 തന്നെ കേട്ടോ, തരിക, പേടിക്കാനൊന്നുമില്ല. x1 പ്ലസ് x6 എന്തായിരിക്കും? 35. 35 എവിടെ കിട്ടി? ഇതാ പെടുന്നുണ്ട്. ഇതിനാണ് ഞാൻ ഇത് ചെയ്തത്. ഓക്കെ, x1 എത്രയാണ്? x1ന് പകരം നമുക്ക് 5 എഴുതാം. അപ്പൊ 5 പ്ലസ് x6 സമം 35. 5 പ്ലസ് x6 സമം 35. അപ്പൊ പറഞ്ഞേ x6 എന്താ? ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ തൊടണ്ട, ഒപ്പം നിൽക്കുന്ന ശല്യക്കാരനെ കൊണ്ടുപോയാൽ അല്ലെ? ഇപ്പുറത്ത് 35 അയാളെ തൊടണ്ട. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട x6നെ നമ്മൾ തൊടണ്ട. പിന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ 5 പ്ലസ് അങ്ങോട്ട് പോയാൽ എന്താവും? മൈനസ് ആവും. അപ്പൊ എന്ത് കിട്ടി? x6 എന്ന് പറഞ്ഞാൽ 35 മൈനസ് 5 30. കിട്ടിയോ? x6 കിട്ടിയോ? കിട്ടിയില്ലേ? x6 കിട്ടി. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം 1ാം പദം ഉണ്ട്, 6th ടൈം 6ാം പദവും ഉണ്ട്. നമ്മളോട് പറഞ്ഞത് 6ാം പദം കണ്ടുപിടിക്കാനല്ല, ഈ സീക്വൻസ് കണ്ടുപിടിക്കാനാണ് അല്ലെ? ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദി സീക്വൻസ്, ഫൈൻഡ് ദി ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും അല്ലെ? അതാണ് വിഷയം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? 1ാം പദം കിട്ടി, തന്നിട്ടുണ്ട്. 6ാം പദം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യാ? 1ാമത്തെ 6ാമത്തെ. ഇനി നമുക്ക് അതിന്റെ നടുക്കുള്ളവരെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ലേ? എന്ത് ചെയ്യാം? അപ്പോ 1ാമത്തെ കിട്ടി, 6ാമത്തെ കിട്ടി അല്ലേ? 1ാമത്തെ തന്നിട്ടുണ്ട്, 6ാമത്തെ കിട്ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ആ നടുക്കുള്ളത് ഇങ്ങനെ എഴുതണം. നടുക്കുള്ളത് ഇങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടണം, പൊതുവ്യത്യാസം കിട്ടണം. പൊതുവ്യത്യാസം ഇല്ലാതെ എഴുത്തേ നടക്കില്ല. സീക്വൻസ് എഴുതുന്നത് പൊതുവ്യത്യാസം വേണം. സമാന്തര ശ്രേണി എഴുതാനാണ് ചോദ്യമെങ്കിൽ പൊതുവ്യത്യാസം നിർബന്ധമാണ്. കോമൺ ഡിഫറൻസ് നിർബന്ധം, ഡി നിർബന്ധം. അപ്പൊ ഡി കണ്ടുപിടിക്കണം. അതിന് നമ്മൾ തന്ന ഓർഡറിൽ എഴുതുക. x1 5 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താ x6 30. എവിടെ നിന്ന് കിട്ടി? അവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? അത് നമുക്ക് ഉപയോഗിക്കാം അല്ലെ? അടുത്തടുത്ത പദങ്ങളാണോ? അല്ല. നിയർ ബൈ ടേംസ് അല്ല, അടുത്തടുത്തുള്ള അല്ല. അപ്പൊ ഡി കാണാൻ, പൊതുവ്യത്യാസം കാണാൻ, കോമൺ ഡിഫറൻസ് കാണാൻ മലയാളത്തില് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, മലയാളത്തിലോ അല്ല ഇംഗ്ലീഷിലോ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ
ഡിഫറൻസ് ടി ഡി ബൈ പി ഡി എന്ന് ചുരുക്കിയില്ല അല്ലെ. എന്താ ഞാൻ ഐഡിയ പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യാം എന്താ പദം ഏതാ സ്ഥാനം ഒന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ടേം ഡിഫറൻസ് ഒന്നും നമ്മുടെ വിഷയമല്ല, ടേം പൊസിഷൻ ഒന്നും നമ്മുടെ വിഷയം അല്ല. താഴത്തുനിന്ന് മേലേക്ക് അല്ലെ, താഴത്തുനിന്ന് നമ്മുടെ ഐഡിയ ഉണ്ട്, താഴത്തുനിന്ന് മേലേക്ക് സിമ്പിൾ അല്ലെ. തന്ന ഓർഡറിൽ എഴുതിയാൽ താഴത്തുനിന്ന് മേലേക്ക്. ഏതാ താഴത്ത്? ഇവിടെ ആരാ താഴത്ത്? ദാഗെടുക്കണം 30 അല്ലെ. മൈനസ് മുകളിൽ ആരാ? 5. 30 മൈനസ് 5. ഇവിടെ ആരാ താഴത്ത്? 6. ഇവിടെ ആരാ മുകളില്? 1. അപ്പൊ 6 മൈനസ് 1. ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, 30 നിന്ന് 5 കുറച്ചാൽ എന്താണ്? 25 ബൈ അല്ല ബൈ. 6 നിന്ന് 5 കുറച്ചാൽ 6 നിന്ന് 1 കുറച്ചാൽ 5. 25 ഹരിക്കണം 5. 25 ഹരിക്കണം 5 എത്രയാണ്? 5 തന്നെ. 25 ഹരിക്കണം 5 എത്രയാണ്? 5 തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ 5 കിട്ടി, പൊതു വ്യത്യാസം കിട്ടി. ഇനി ഒന്ന് ആലോചിച്ച്, നമ്മളോട് ആദ്യത്തെ 6 പദങ്ങൾ എഴുതാനല്ലേ പറഞ്ഞ്. നമുക്ക് ആദ്യ പദം അറിയാം 5, രണ്ടാം പദം അറിയില്ല, മൂന്നാം പദം അറിയില്ല, 4 അറിയില്ല, 5 അറിയില്ല, 6ആം പദം അറിയാം 30 അല്ലേ. ഇതല്ലേ അവസ്ഥ. ഇപ്പൊ നമുക്ക് പൊതു വ്യത്യാസം കിട്ടിയില്ലേ? പൊതു വ്യത്യാസം കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി എഴുതിയാൽ 5 കൂടെ 5 കൂട്ടിയാൽ 10, 10 കൂടെ 5 കൂട്ടിയാൽ 15, 5 കൂട്ടിയാൽ 20, പിന്നീട് 5 കൂട്ടിയാൽ 25, 5 കൂട്ടിയാൽ 30. കറക്റ്റല്ലേ? കിട്ടിയില്ലേ? ഇത്രയുള്ളൂ പ്രശ്നം, ഇത്രയുള്ളൂ പരിപാടി. ദാ കഴിഞ്ഞു, നമ്മുടെ ഉത്തരായി. അപ്പോ നമ്പർ ഓഫ് ടൈംസ് ഈവൻ നമ്പർ ആയാൽ ചോദ്യം ഈ രീതിയിലായിരിക്കും. പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയാൽ ഈ രീതിയിലായിരിക്കും ചോദ്യം വരിക. ഓക്കെ ആണോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചാൻസ് കൂടി, ഇത് രണ്ടും കൂടി മിക്സ് ആയ ചോദ്യം വരും. ഏത്? ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ. നമ്പർ ഓഫ് ടൈംസ് ഓടും ഉണ്ടായിരിക്കും, ഈവൻ ഉണ്ടായിരിക്കും. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഉണ്ടായിരിക്കും, ഇരട്ട സംഖ്യ ഉണ്ടായിരിക്കും. രണ്ടും കൂടി മിക്സ് ആയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 27ാമത്തെ പേജില് 3ാമത്തെ ചോദ്യം അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. നമ്പർ ഓഫ് ടൈംസ് ഒറ്റ സംഖ്യയും നമ്പർ ഓഫ് ടൈംസ് ഇരട്ട സംഖ്യയും, നമ്പർ ഓഫ് ടൈംസ് ഓഡ് നമ്പറും ഈവൻ നമ്പറും ആയ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ ആയ ക്വസ്റ്റ്യൻ. അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് പേജ് നമ്പർ 27ലെ 3ാമത്തെ ചോദ്യം. ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 150. ആദ്യത്തെ 5 പദങ്ങളുടെ തുക, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എ സീക്വൻസ് ഈസ് 150. ഓക്കെ, തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇവിടെ തന്നെ എഴുതാണ്. എന്താ? ആൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഈസ് 550. 550. ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. സ്ഥലമില്ലാത്തോണ്ടാണ് ചെറുത് എഴുതുന്നത്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എത്രയാണ്? 550. 550. എന്നിട്ട് എന്തൊക്കെയാണ്? 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 27ലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ 3 ചോദ്യങ്ങളിൽ ആദ്യത്തേത് നമുക്ക് എ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ആദ്യത്തേത് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയിലെ 3ാം പദം ഏതാ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് x3, 3ാം പദം, തേർഡ് ടേം. എങ്ങനെ തേർഡ് ടേം കണ്ടുപിടിക്കാം? ഒന്ന് ചോദ്യത്തിലേക്ക് ശ്രദ്ധിച്ചേ. നമുക്കിവിടെ എന്തൊക്കെ വിവരങ്ങളാണ് തന്നെ? 2 ഇമ്പോർട്ടന്റ് വിവരങ്ങളാണ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ഒന്നാമത്തെ വിവരം. എന്താണ്? സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഈസ് 150. സെക്കൻഡ് ഇൻഫർമേഷൻ എന്താ? രണ്ടാമത്തെ വിവരം എന്താ? 10 പദങ്ങളുടെ തുക 550. 10 ടൈംസ് സം ഓഫ് 10 ടൈംസ് 550. 2 വിവരങ്ങളുണ്ടല്ലോ. ഇതിലേതാ നമ്മൾ ഉപയോഗിക്കാൻ? നമ്മളൊന്ന് ലോജിക്കായിട്ട് ആലോചിച്ച് നോക്കിയേ. 3ാം പദം അല്ലേ കിട്ടണ്ടേ? അല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു അതൊരു മധ്യപദമായിരിക്കും. മിഡിൽ ടേം എന്ത് പറയാൻ പറയാം? ഉറപ്പായിട്ടും. അപ്പൊ നമ്മളെ ആരെ സഹായിക്കുക? പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണോ? നമ്പർ ഓഫ് ടൈംസ് എന്താവണം? ഒറ്റ സംഖ്യ, ഓഡ് നമ്പർ ആണ്. അപ്പൊ ഈ ആദ്യത്തെ ആളല്ലേ നമ്മളെ സഹായിക്കുക. എങ്ങനെയാണ് സഹായിക്കുക എന്ന് ആലോചിച്ച്, 5 പദങ്ങൾ എന്ന് പറഞ്ഞാൽ x2, x1, x2, x3, x4, x5 ആണല്ലോ. ഇതിൽ ഈ x3 എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യപദമാണ്, അഥവാ മിഡ് ടേം ആണ് അല്ലേ? അപ്പൊ മിഡ് ടേം ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് നമുക്കറിയാവുന്ന സമവാക്യമുണ്ട്. തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇംഗ്ലീഷില് സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു അല്ലെങ്കിൽ മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ടേം ഇൻറ്റു
നമ്പർ ഓഫ് ടേംസ് അല്ലെ. തുക എത്രയാണ്? ഇവിടെ എത്രയാണ് തുക? 5 പദങ്ങളാണ്, ഇവിടെ 5 അല്ലെ. 5 തുക നോക്കട്ടെ, എത്രയാണ്? 150. 150 സമം മിഡ് ടേം. നമുക്ക് കണ്ടുപിടിക്കേണ്ട മധ്യപദം ഏതാണ്? x3 ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ എത്രയാണ്? 5. നമ്മൾ നേരത്തെ ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? നമുക്കറിയാം 5 ഇങ്ങോട്ട് പോകാൻ പോലെ മതി. x3 അവിടെ നിൽക്കട്ടെ, 150 ഇവിടെ നിൽക്കട്ടെ. എന്താ ചെയ്യണ്ടേ? ഗുണിക്കണം 5 ഇങ്ങോട്ട് പോന്നാൽ ഹരിക്കണം 5. ഗുണിക്കണം 5 ഇങ്ങോട്ട് പോന്നാൽ ഹരിക്കണം 5. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ആയതുകൊണ്ട് therefore x3 മൂന്നാം പദം തേർഡ് ടേം എന്താണ്? 150 ഹരിക്കണം 5. 150 ഹരിക്കണം 5 എത്രയാണ്? ഈസി 30. 105 ഹരിക്കണം 5 150 ഹരിക്കണം 5 എത്രയാണ്? 30. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് കിട്ടിയല്ലോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എങ്ങനെ വരിക? വാട്ട് ഈസ് ദ 8th ടേം ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയിലെ 8ാം പദം എത്രയാണ്? ഈസി ആയിട്ട് ഇവിടെ വരട്ടെ. ഈസി. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ മൂന്നാം പദം കണ്ടുപിടിച്ചല്ലോ, കിട്ടിയല്ലോ. ഇനി നമ്മൾ 8ാം പദം കണ്ടുപിടിക്കണേ. ഈസി ആയിട്ട് പറഞ്ഞുതരാം. അപ്പോ ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്? 8th ടേം 8ാം പദം എന്താണ്? ഓക്കെ. 8 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഈവൻ നമ്പർ ആണ് അല്ലെ. 8 എന്ന് പറഞ്ഞാൽ 5 ശേഷമുള്ളതുമാണ്. രണ്ട് രീതിയിലും പറയാം. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്നുള്ള ഭാഗം കൊണ്ട് ഇനിയിപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് യാതൊരു ഉപകാരം ഇല്ലാന്ന് മനസ്സിലായല്ലോ. കാരണം എന്താ? 5 കഴിഞ്ഞിട്ടാണ് 8 അല്ലെ. അപ്പൊ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആരെ ഉപയോഗിക്കാതാ? അടുത്ത ആരാണ്? 10 പദങ്ങൾ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10 പദങ്ങൾ അല്ലെ. 10 എന്ന് പറയുമ്പോൾ ഏതാ നമ്പർ? ഈവൻ നമ്പർ വരുമ്പോ എങ്ങനെയാണ്? ആദ്യത്തേത് അവസാനത്തേത് പെയർ ജോഡിയൊക്കെ. ആദ്യത്തേത് അവസാനത്തേത് അതിന് തൊട്ടിപ്പുറത്തുള്ളത്. പക്ഷെ ബുദ്ധിമുട്ടല്ലേ 10 എഴുതി വരുമ്പോ? എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ 10 ആണല്ലോ, ഈവൻ ആണല്ലോ, അത് മതി. 10 ഇരട്ടസംഖ്യയാണ്, അത് മതി. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾ ഉറപ്പിച്ചോ, നമ്മളോട് ഇവിടെ x8 അല്ലേ ചോദിച്ചത് അല്ലെ. നമ്മളോട് ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? x3 മൂന്നാം പദം അല്ലെ. നമ്മളോട് ഇവിടെ 8ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മളോട് ആദ്യ ചോദ്യത്തിൽ മൂന്നാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു ആണല്ലോ. ആദ്യത്തേതിൽ മൂന്നാമത്തെ ടേം, തേർഡ് ടേം മൂന്നാം പദം, ബിയില് 8ാം പദം 8th ടേം. അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചോ. നമ്മുടെ ഇവിടുത്തെ പേര് നമ്മളിങ്ങനെ 8 എണ്ണം, ആദ്യത്തേത് അവസാനത്തേത്, പിന്നെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ x3 അല്ലേ കാണാൻ പറഞ്ഞ്? അല്ലേ? ആണ്, എനിക്കറിയാം അല്ലെ. ഇവിടെ നമ്മളോട് x8 അല്ലേ കാണാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പേര് ബി തമ്മിൽ തന്നെയാണ്. അല്ലാതെ നമ്മൾ x1 x2 x3 അങ്ങനെയൊക്കെ എഴുതി ആദ്യത്തേത് അവസാനത്തേത് അതിന്റെ തൊട്ട് പുറത്തുള്ളത് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ചോദ്യം ചെയ്ത പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എന്താണ് എളുപ്പപ്പണി? നമ്മളോട് ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അതും രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അത് രണ്ടും കൂടിയാണ് കൂട്ടേണ്ടത്. ഉറപ്പിച്ചോ? സമം. ഇവിടെ എഴുതേണ്ട എന്തുണ്ടല്ലോ ഇല്ലേ? ഇവിടെ ഒരു സംഖ്യ എഴുതണ്ടേ. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച്? ഓർമ്മ? തുക ഹരിക്കണം ജോഡി. ഇംഗ്ലീഷില് സം ഡിവൈഡഡ് ബൈ പെയേഴ്സ്. ഓർമ്മ? ഇതാണല്ലോ ചെയ്തത്. ഇവിടെ എഴുതേണ്ട സംഖ്യ നമുക്ക് ഡൗട്ടല്ലോ. തൊട്ടുമ്പത്തെ ചോദ്യം, 4ാമത്തെ ചോദ്യം ചെയ്യാട്ടോ. അതിലുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ തുക ഹരിക്കണം പെയേഴ്സ് ജോഡികൾ സം ഡിവൈഡഡ് ബൈ പെയേഴ്സ്. ഇവിടെ എത്ര പെയർ ഉണ്ട്? പെയേഴ്സ്. അതറിയേണ്ട ആദ്യം. ജോഡികളറിയേണ്ടേ. ജോഡികൾ കണ്ടുപിടിക്കാൻ ഞാൻ ഐഡിയ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ? എത്ര പദങ്ങളുണ്ട് നോക്കുക. ടേംസ് ഒക്കെ ഉണ്ട്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 10. അതിന് രണ്ടോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അതിന്റെ പകുതി എടുക്കുക. നേരത്തെ 6 ആയിരുന്നു. നമുക്ക് പെയേഴ്സ് കിട്ടിയത് 3 നേരത്തെ 6 പദങ്ങളായിരുന്നു, 3 ജോഡികൾ കിട്ടി. 6 ടേംസും 3 പെയേഴ്സും. ഇവിടെ 10 അപ്പൊ 10ന്റെ പകുതി എത്രയാണ്? 5. ഈസി. നമ്മുടെ കയ്യിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞ സം എത്രയാണ്? 10 പദങ്ങളുടെ തുക 550 ഹരിക്കണം പെയേഴ്സ്. എത്ര ജോഡികളുണ്ട്? 5. 550 ഹരിക്കണം 5 എത്രയാണ്? 110. ഹരിച്ചു നോക്കുക. 110 എത്തിയല്ലോ. ആ 110 ആണല്ലോ നമ്മളിവിടെ എഴുതി 110. സിമ്പിൾ. 110 കിട്ടിയില്ലേ? ഇനി ഒന്ന് പറഞ്ഞേ. x3 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? 130. എത്രയായിരുന്നു? 30 പ്ലസ് x8 സമം 110. ഇനി എങ്ങനെ x8 കണ്ടുപിടിക്കുക? പറഞ്ഞ് മടുത്തു കേട്ടോ. എങ്ങനെയാണ് x8 എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം. എന്തറിയാം? നമുക്ക് വലുതും അറിയാലേ. സാറിന് അങ്ങനെ വലുതും അറിയും, നിങ്ങൾക്കും പറയാലേ. എന്തറിയാം?
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, ആയിക്കോട്ടെ നിൽക്കട്ടെ. അതിന്റെ അപ്പുറത്തുള്ള ആളാ, അപ്പുറത്തേക്ക് ആളുണ്ടല്ലോ, ഇവിടെ നിൽക്കണത് അയാൾ അവിടെ നിൽക്കട്ടെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടതിന്റെ ഒപ്പമുള്ള ശല്യക്കാരൻ, ഒപ്പമുള്ള ശല്യക്കാരൻ. കണ്ടുപിടിക്കേണ്ടതിന്റെ ഒപ്പം ആരുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ശല്യക്കാരനാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം, അതിന്റെ ഒപ്പമുള്ളതൊക്കെ നമുക്ക് ശല്യക്കാരനാണ്. ഓക്കെ, ആരാ? 30 + 30 ഇങ്ങോട്ട് വന്നാൽ -30. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x8 സമം കുറച്ചാൽ 80. കുറച്ചാൽ 80 കിട്ടിയോ? ഇനിയോ ഒരു ചോദ്യം കൂടി ഉണ്ട്, ഒരു ചോദ്യം കൂടി ഉണ്ട്. റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. നമ്മൾ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ ചോദ്യത്തിൽ 6 പദങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ 6 എഴുതി നമുക്കപ്പോ 3 വിഷയം. എങ്ങനെ? പദങ്ങൾ എഴുതണമെങ്കിൽ, ടേംസ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം, കോമൺ ഡിഫറൻസ് വേണം അല്ലെ? പൊതുവ്യത്യാസം വേണം. അപ്പൊ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളോട് 3 ടേം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ടേം എഴുതണം. ടേം എഴുതാൻ ചോദ്യം ഉറപ്പാണ്, നമുക്ക് കോമൺ ഡിഫറൻസ് വേണം, പൊതുവ്യത്യാസം വേണം. അവനെന്താ വേണ്ടത്? തന്ന ഓർഡറിൽ എഴുതുക. തന്നത് ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് x3 അല്ലേ? തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ച അത് മതി, പ്രശ്നമില്ല. ആദ്യം കണ്ടുപിടിച്ച x3 ആണെങ്കിൽ അത് ആദ്യം എഴുതുക, x3 സമം 30. രണ്ടാമത് കണ്ടുപിടിച്ചത് x8 ആണെങ്കിൽ നമ്മൾ അത് ആദ്യം എഴുതുക, 80. എന്നിട്ടോ അടുത്തടുത്തുള്ള പദങ്ങളാണോ? അല്ല. അപ്പൊ നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ d സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, td ബൈ ടേം ഡിഫറൻസ് ബൈ pd പൊസിഷൻ ഡിഫറൻസ്. എങ്ങനെ ചെയ്യാം? അതെ, താഴത്തുനിന്ന് മേലേക്ക് അല്ലെ? താഴത്തുനിന്ന് മേലേക്ക്. ഓക്കെ, താഴത്താരാ? 80, മേലെ ആരാ? 30. താഴത്തുനിന്ന് മേലേക്ക് മൈനസ് ചെയ്യാം, 30 മൈനസ് ചെയ്തോ. ഇവിടെ ആരാ? 8, മുകളിലാരാ? 3. സിമ്പിൾ. 80 - 30 50/5. 8 3 പോയാൽ 5. 50/5 എത്ര കിട്ടും? 10 കിട്ടിയില്ലേ? ഇനി നമ്മളോട് എന്താ പറഞ്ഞേ? ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ആദ്യ പദം നമുക്കറിയോ? ഇല്ല. രണ്ടാം പദം നമുക്കറിയോ? ഇല്ല. മൂന്നാം പദം നമുക്കറിയോ? ഇല്ലാന്നല്ല, അറിയും. എത്രയാണ്? 30. 30. അപ്പൊ അവിടെ 30 ആണല്ലോ, പൊതുവ്യത്യാസം 10 ആണല്ലോ. 30 മൂന്നാം പദം ആണെങ്കിൽ നാലാം പദം നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൊതുവ്യത്യാസം കൂട്ടും, കോമൺ ഡിഫറൻസ് കൂട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 40 കിട്ടും. അഞ്ചാം പദം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും കൂട്ടും. അപ്പൊ എന്ത് കിട്ടും? 50 കിട്ടും അല്ലെ? അങ്ങോട്ട് കൂട്ടുകയാണ്. അപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് കുറക്കണം. വലതുവശത്തേക്ക് കൂട്ടലാണെങ്കിൽ ഇടതുവശത്തേക്ക് കുറക്കണം. 30 നിന്ന് 10 കുറച്ചാൽ 20, 20 നിന്ന് 10 കുറച്ചാൽ 10. കിട്ടിയോ? കിട്ടി. ഇത്രയേ ഉള്ളൂ. 2 കൂടി കിട്ടി. എല്ലാം കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ചോദ്യം പോലെയുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ അത് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ചോദ്യം ഏകദേശം PSC ലെവലൊക്കെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ സാധാരണ CBSE-ലൊക്കെ ഇടയ്ക്ക് കാണാറുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ്ലി ഇതൊരു PSC ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? റീഡ് ദി 2 സ്റ്റേറ്റ്മെന്റ്സ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. സ്റ്റേറ്റ്മെന്റ് എയും ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ബിയും ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എ എന്ന് എഴുതിച്ചിട്ടുണ്ട്, പക്ഷെ എന്താന്ന് എഴുതിയില്ല. ഞാൻ ഒന്ന് വായിക്കാം. ആദ്യം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ സ്ക്രീനിലുണ്ട്, സ്ക്രീനിൽ നിങ്ങൾ വായിക്കാം. ഓക്കെ, ഇഫ് ദ 5th term of an arithmetic sequence is 8, then the sum of the 3rd and 7th term is 16. എന്താ പറഞ്ഞേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ, ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതാം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 5th term, 5ാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം എത്രയാണ്? 8 ആണ് എങ്കിൽ ഇതിലെ 3ാം പദവും 7ാം പദവും കൂടി കൂട്ടിയാൽ 16 കിട്ടും. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ബി എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? The sum of 2 numbers got by adding and subtracting the same number from a number. കുറെ ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. ഇനിയുണ്ട്, നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം. The sum of 2 numbers, ഏതോ 2 നമ്പറുകളുടെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത്, got by. അപ്പൊ ശ്രദ്ധിച്ച് ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു നമ്പർ ഉണ്ട്, നമുക്ക് പറയാം, ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, ഒരു നമ്പർ ഉണ്ട്, നമുക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു നമ്പർ ഞാൻ എടുക്കുന്നു. ഒരു നമ്പർ 7 എടുക്കുന്നു, 7. ഓക്കെ, ആ നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും വേണം. ഓക്കെ, ഈ നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ, ഞാൻ വേറൊരു നമ്പറായിട്ട് ഇവിടെ 1 എടുക്കുന്നു, ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം. ഓക്കെ, 7ൽ നിന്ന് ഒരു നമ്പർ എടുക്കുന്നു, അത് ആഡ് ചെയ്യുകയും വേണം, സബ്സ്ട്രാക്ട് ചെയ്യുകയും വേണം. അപ്പൊ ഞാൻ ആഡ് ചെയ്തപ്പോ എനിക്ക് 8 കിട്ടി. ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോ കുറച്ചപ്പോൾ കിട്ടി 6 കിട്ടി. കിട്ടിയല്ലോ, കിട്ടി. ഇപ്പൊ കിട്ടി 2 ആൻസർ ഇല്ലേ?
അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. 14 എന്ന് കിട്ടുമല്ലോ. അപ്പോ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എത്രയേ ഉള്ളൂ? ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ വേറൊരു നമ്പർ കിട്ടും. വേറെ 2 നമ്പറുകൾ കിട്ടുമല്ലോ. അത് രണ്ടും കൂടി കൂട്ടിയാൽ അതിന്റെ സമ്മ് കണ്ടാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ നമ്പറിന്റെ ട്വൈസ്, ഇരട്ടിയാണ്. ശ്രദ്ധിച്ച് വായിക്കണം അല്ലെ. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പണിയെടുക്കാനുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണ്, ഈസി ആവുകയല്ല. മുൻകാല മാതൃകകളെ ഒക്കെ പൊളിച്ചെടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ട് ഇല്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ബി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇതും തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? ഇതിലേതെങ്കിലും ഒന്ന് ശരിയാണോ തെറ്റാണോ എന്നല്ല ചോദ്യം. അതാണ് പ്രശ്നം. അതാണെങ്കിൽ നമുക്ക് ഗസ് ചെയ്യെങ്കിലും ചെയ്യാം. എന്നിട്ട് എന്താ പറഞ്ഞത്? നൗ ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരി ഉത്തരം കണ്ടുപിടിക്കുക. ഇത് വായിച്ച് കാര്യം മനസ്സിലാക്കി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എന്ത് ചെയ്യണം? ശരി ഉത്തരം കണ്ടുപിടിക്കണം. ആ ചുവടെ കൊടുത്തതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താ അതിൽ പറഞ്ഞത്? എ ഈസ് ട്രൂ, ബി ഈസ് ഫാൾസ് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അത് ശരിയാണോ? അത് ശരിയല്ല എന്ന് നമുക്കറിയാലോ. എന്തുകൊണ്ടല്ല? എ ട്രൂ ആണോ അല്ലേന്ന് നമുക്കറിയില്ല. അത് അവിടെ കട്ടെ, പ്രശ്നമില്ല. ബി ഈസ് ഫാൾസ്, അത് തെറ്റല്ലേ? അത് തെറ്റാണല്ലോ. കാരണം എന്താ? ബിയിൽ എന്താ പറഞ്ഞേ? ഈ കിട്ടുന്ന ആൻസർ ഇതിന്റെ ട്വൈസ്, ഇരട്ടിയാവും. കറക്റ്റ് അല്ലേ? 7 ഇരട്ടിയാണ് ആര്? 14. അപ്പൊ ബി ഫാൾസ് അല്ല, ബി ട്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, സോറി, ഒന്നാമത്തെ ഓപ്ഷൻ ക്യാൻസൽ. അതിനിപ്പോ നമുക്ക് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇത് പറയാം. ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. എന്താ ഇതിന്റെ കാരണം? രണ്ടും ശരിയാണ്. ഒപ്പം ബി എന്ന് പറയുന്നത് എക്ക് കാരണമാണ്. ബി ഈസ് ദ റീസൺ ഫോർ എ. എന്ന കാരണം അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് സംഭവിക്കാനുള്ള കാരണമാണ് ആര്? ബി. എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സംഭവിക്കാനുള്ള കാരണക്കാരൻ ആരാണ്? ബി എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമല്ല. അപ്പൊ ബി ആണ് എ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. ബി ആണ് എ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ മുന്നിലുള്ള 2ഉം 4ഉം ആണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എ ഈസ് ഫാൾസ്, ബി ഈസ് ട്രൂ. ബി ട്രൂ ആണെന്ന് നമുക്കും അറിയാലോ. ഇനി അടുത്ത എന്താ? എ ഫാൾസ് ആണോ? എ തെറ്റാണോ? ശരിയാണോ? നമുക്ക് നോക്കിയാലോ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 5th ടേം 8 ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം എത്രയാണ്? 8 ആണെങ്കിൽ 3ാം പദത്തിന്റെയും 7ാം പദത്തിന്റെയും സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 16 ആയിരിക്കും. അത് ശരിയാവും. നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ അല്ലെ? നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ 5ാമത്തെ ടേം എന്ന് പറയുന്നത് 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3ാമത്തെന്റെയും 7ാമത്തേതിന്റെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണെന്നാണ് പറഞ്ഞത്. നമുക്കൊരു സീക്വൻസ് എഴുതി നോക്കിയാലോ. 5ാം പദം 8 ആണല്ലോ, ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് 7 എഴുതാം, ഇവിടെ നമുക്ക് 6 എഴുതാം. ഓക്കെ, അങ്ങോട്ടോ 9 എഴുതാം, ഇവിടെ 10 എഴുതാം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 16 കിട്ടും അല്ലെ? ഇനി ഞാൻ മാറ്റി, ഇവിടെ 7 പകരം ഞാൻ ഇവിടെ 6 ആക്കി. അപ്പൊ ഇവിടെ എന്താവും? 2 ഗ്യാപ്പ് വന്നു. അപ്പൊ ഇവിടെ 4 ആയി. അപ്പൊ ഇവിടെ എത്രയായി? 10. ഇവിടെ 12. 4ഉം 12ഉം കൂട്ടിയാൽ 16 അല്ലെ? 16. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ 2 എക്സാമ്പിൾ എടുത്തപ്പോഴും മനസ്സിലായി എ ട്രൂ ആണ്. എ പറഞ്ഞത് തന്നെയാണ് ട്രൂ ആണ്. ബി ട്രൂ ആണെന്ന്, ശരിയാണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായി. എ ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി, ബി ശരിയാണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പറയാം എ ഈസ് ഫാൾസ്, ബി ഈസ് ട്രൂ എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം എന്താണ്? എയും ശരിയാണ്, ബിയും ശരിയാണ്. അപ്പൊ ഇതാണ് ഓപ്ഷൻ. ഏത്? ഓപ്ഷൻ 4. 4ാമത്തെ ഓപ്ഷൻ ആണ് ശരി. കാരണം എന്താ? ബോത്ത് ആർ ട്രൂ, രണ്ടും ശരിയാണ്. ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. ശരിയല്ലേ?
ഈ ബിയുടെ കാരണം കൊണ്ടാണോ എ അങ്ങനെയായത്? അല്ല. ബിയുടെ കാരണം കൊണ്ടാണോ എങ്ങനെയായത്? അങ്ങനെയല്ല. അല്ലല്ലോ. അല്ല. ബി എന്ത് തന്നെ ആയിരുന്നെങ്കിലും എ അങ്ങനെ തന്നെ നിൽക്കും. സംശയമുണ്ടോ? ഇപ്പോ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ 13 കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ, നമുക്ക് ഇവിടെ 13 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പറഞ്ഞ ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ബി എന്ന് പറയുന്നത് തെറ്റായിരിക്കും. അപ്പോഴും എ അങ്ങനെ തന്നെ നിൽക്കും. എ എങ്ങോട്ടും പറഞ്ഞില്ലേ, എ അങ്ങനെ തന്നെ നിൽക്കില്ലേ? അപ്പൊ എ അങ്ങനെ ആവാൻ കാരണം ബി ആണോ? അല്ല. എ അങ്ങനെ ആവാൻ യാതൊരു റോളും ആർക്കില്ല, ബിക്ക് ഇല്ല. അപ്പൊ നമ്മൾ പിന്നെ അതിൽ ടെൻഷൻ എടുക്കേണ്ട കാര്യം ഇല്ല. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ബിയും ശരിയാണ്, എയും ശരിയാണ്. പക്ഷെ ബി അല്ല എക്ക് കാരണം. അതുകൊണ്ട് തന്നെ 4ാമത്തെ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക.